ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കൃഷിയോടൊപ്പം തന്നെ വ്യാപാരത്തിലും സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ ശ്രീ ജെയിംസ് കുരിശിങ്കൽ തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് രാജകുമാരി കുരിശിങ്കൽ ജെയിംസിൻ്റെ കൃഷിയിടത്തിലാണ്. വ്യാപാരത്തോടൊപ്പം കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജെയിംസ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. ചേട്ടന് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും ഉണ്ട്? 30 വർഷമായിട്ട് വ്യാപാര രംഗത്തുണ്ട്. 40 വർഷമായിട്ട് കാർഷിക രംഗത്ത് സജീവമായിട്ടുണ്ട്. എന്ത് വ്യാപാരമാണ് ചെയ്യുന്നത്? അത് എവിടെയാണ് അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ? രാജകുമാരി ടൗണിൽ ചെരുപ്പ് കടയാണ്. ചെരുപ്പ് കട ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 വർഷമായിട്ട് ഈ കട തന്നെയായിരുന്നു? 30 വർഷമായിട്ട് ഇത് തന്നെയായിരുന്നു. ഇതിനു മുന്നും ഫാദറായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഏതാണ്ടൊരു 55 വർഷം 60 വർഷത്തിനടുത്തായിട്ടുണ്ട് ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനിത് തുടങ്ങിയിട്ട് 30 വർഷമായി. അപ്പോൾ ഈ രാജകുമാരിലെ ആദ്യകാല കുടിയേറ്റ കർഷകരിൽ ഒരാളാണോ ഫാദർ? ഫാദർ ആദ്യകാല കുടിയേറ്റ കർഷകനാണ്. 1950 രാജകുമാരിൽ ഒരുവും അതിനോടനുബന്ധിച്ച് ഇവരിവിടെ തന്നെ ഒരു 3 ഫാമിലിയായിട്ട് അവരിവിടെ വന്ന് 3 ഫാമിലിക്കാരും അവരുടെ മക്കളും കൂടി ഇവിടെ വന്ന് താമസം ഉറപ്പിക്കുകയും എല്ലാവരും ഒരേ വളപ്പിൽ തന്നെ എന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോഴും ഒറ്റ ഐക്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചേട്ടൻ അന്നത്തെ ഒരു മാതാപിതാക്കളൊക്കെ പറയുന്ന ഒരു ഓർമ്മ കാണുമല്ലോ, അന്നത്തെ വന്ന കാലത്ത് ഇവിടുത്തെ കൃഷി എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഓർമ്മയുണ്ടോ? അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിയാണ് മെയിനായിട്ടുള്ളത്. നെല്ല് മറ്റേ കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. അപ്പോൾ അതൊന്നും ചെയ്ത് നടക്കില്ല. മെയിനായിട്ട് നെല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫാദറും മദറൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഏത് നാട്ടിൽ നിന്നാണ് കുടിയേറി ഇങ്ങോട്ട് വരുന്നത്? അവർ കോതമംഗലം പൈങ്ങോട്ടൂരിൽ നിന്നാണ് വന്നത്. അമ്മയുടെ വീടും പൈങ്ങോട്ടൂർ അടുത്ത് തന്നെ ആണ്. അപ്പോൾ അന്ന് ചേട്ടന് ഇത് ഇപ്പം ചേട്ടന് എത്ര വയസ്സുണ്ട്? അപ്പോൾ ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഒരു കാർഷിക വിളകളും രീതികളും ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് 58 വയസ്സുണ്ട്. ഇപ്പം 58 വയസ്സുണ്ട്. ആദ്യകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തുടങ്ങിയേ ഞാൻ കൃഷിയിൽ ഫാദറിനെ സഹായിക്കാനായിട്ട് കൂടുമായിരുന്നു. പിന്നെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും കൃഷിയിലേക്കായിരുന്നു. അതിന് ശേഷം ഒരു 30 വർഷത്തോളമായി ഇപ്പോൾ കടയും കൃഷികളും മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഈ കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു? ഈ നെൽകൃഷി അല്ലാതെ മറ്റെന്തെങ്കിലും വിളകളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അന്ന് കൊടി ഉണ്ടായിരുന്നു, കപ്പ, കാച്ചിൽ, ചേന, അങ്ങനെയുള്ള കൃഷികളും ആയിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങി മറ്റേ ഈ ജാതിക്ക ഒക്കെ ഇപ്പോൾ ഈ ഇടയാണ് വന്നത്, ജാതിയുടെ. അതുപോലെ കൊക്കോ കൃഷിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ്റെ ശല്യം കാരണം കൊണ്ട് കൊക്കോ കൃഷി ആരും കാര്യമായി ചെയ്യുന്നില്ലായിരുന്നു ഇവിടെ. അല്ലാതെ എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം, ഇപ്പോൾ കാട്ടുപന്നി അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ആ കാലത്തുണ്ടായിരുന്നോ ഇവിടെ? അന്ന് കാട്ടുപന്നി ശല്യവും അതുകൊണ്ട് ആന ശല്യമൊക്കെ ആദ്യകാലത്ത് ഇഷ്ടംമാതിരി ആനയുണ്ടായിരുന്നു. കരടി വരെ ഉണ്ടായിരുന്നതാണ് ചാത്തനൊക്കെ നേരിട്ട് കണ്ടാകുന്നതാണ്. കരടി വരെ ഉണ്ടായിരുന്നുള്ള കാര്യം. ചേട്ടനൊരു യുവാവായ കാലഘട്ടത്തിലും ഈ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്ന് ഇതുകൊണ്ട് നല്ലൊരു ഓർമ്മയുള്ള സമയത്തൊന്നും ആനയോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. കാട്ടുപന്നി ഒക്കെ ഇഷ്ടംമാതിരി കാട്ടുപന്നിയുണ്ട്. കേഴ, മ്ലാവ് അതിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാട്ടുപന്നി ശല്യം ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഭയങ്കരമായി കൂടുതലായിട്ടുണ്ട്. കാട്ടുപന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ നമ്മൾ എന്തെങ്കിലും വളമോ ഇതുകൊണ്ട്
എല്ലുപൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഏലം മരങ്ങൾ കുത്തിപ്പറിച്ച് നശിപ്പിച്ച് കളയും. ഈ നെൽകൃഷിയാണല്ലോ ആദ്യകാലത്തുണ്ടായിരുന്നത്. ഈ എത്ര വർഷം മുമ്പാണ് നെൽകൃഷി ഇങ്ങനെ പൂർണ്ണമായിട്ട് നിന്നുപോയത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊയ്യാനും ഒന്നും ആളുകളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ 2 പ്രാവശ്യം കട അടച്ചിട്ടിട്ട് പോയി കൊയ്യാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മടുത്ത് നെൽകൃഷി നിർത്തിക്കളഞ്ഞതാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സഹകരണങ്ങളുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ആനുകൂല്യങ്ങൾ തരുമോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നെൽകൃഷി ഇപ്പോഴും ലാഭകരമാണ്. നെല്ലിന് വിലയും ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷി ലാഭകരം തന്നെയാണ്. അതിന് പറ്റിയൊരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഈ ജലക്ഷാമം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടോ ഇതിനകത്ത് ഇവിടെ? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഏലം കൃഷിയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇനി ആരും നെൽകൃഷിയിലേക്ക് മാറുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ടത്തിൽ തന്നെയാണെങ്കിലും കാന കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലം വെച്ച് പിടിപ്പിക്കാം. പിന്നെ കൊടിയുണ്ട്, ജാതിയുണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാവുന്നതായതുകൊണ്ട് നെൽകൃഷിയിലേക്ക് ഇനി മാറുമോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടറിയണം. പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുകയും അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നെൽകൃഷിയിലേക്ക് പിന്നെയും മാറുമായിരിക്കും. ഇപ്പോൾ എന്താണ് കൂടുതലായിട്ടും ഈ മേഖലയിൽ കർഷകർ കൃഷി ചെയ്യുന്ന എന്തൊക്കെ വിളകളാണ്? ഏലം ആണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ആദ്യകാലത്ത് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. ഇഞ്ചി കൃഷി വ്യാപകമായിട്ട് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. ഈ രാജകുമാരി മേഖലയിൽ ഇഞ്ചിക്ക് വിപണിയിൽ നല്ല മൂല്യം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് 100% സത്യമാണ്. നമുക്ക് അന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന എല്ലക്കല്ലിൻ ഇഞ്ചി എന്ന് പറഞ്ഞ എണ്ണമയം ഉള്ള ഇഞ്ചിയായിരുന്നു. അത് മറ്റുള്ള മേഖലകളിലൊക്കെ പൗഡർ ചൊക്ക് എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഇത് നമുക്ക് എണ്ണമയമുള്ള ഇഞ്ചിയായിരുന്നു. അതുകൊണ്ട് ഇഞ്ചിക്ക് നല്ല വിളവും ഉണ്ടായിരുന്നു, നല്ല കൃഷിയായിരുന്നു, ഡിമാൻഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളകിനാണെങ്കിൽ ഇന്നും രാജകുമാരി മുളകിന് മറ്റുള്ള മുളകിനെ അപേക്ഷിച്ച് 5 രൂപ മുതൽ 10 രൂപ വരെ വിലയിൽ പോലും കൂടുതലുണ്ട് കൊച്ചി മാർക്കറ്റിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ കുരുമുളക് കൃഷി ഇപ്പോഴും വ്യാപകമായിട്ടുണ്ടോ? കുരുമുളക് കൃഷിയുണ്ട്. ഏലത്തിനിടയ്ക്കൂടെ മരത്തേക്കിടയൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ കൃഷി വ്യാപകമായിട്ടുണ്ട്. ഈ രാജകുമാരി വില്ലേജ് അറിയപ്പെടുന്ന തന്നെ സുഗന്ധ വ്യഞ്ജന വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് അതിനൊരു കാരണം? ഇതൊക്കെ തന്നെയാണ് സുഗന്ധവ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഏലവും കുരുമുളകുമായിരുന്നു മെയിനായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നല്ല വിളവ് കിട്ടി ജനം ഇപ്പോൾ രാജകുമാരി മേഖലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മേഖലയെ കഴിഞ്ഞും മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് രാജകുമാരി മേഖല. ഇവിടുത്തെ മണ്ണ് ഈ എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമാണെന്നാണോ പറയുന്നത്? അതെ, എല്ലാ കൃഷിക്കും അനുയോജ്യമാണ്. നമുക്ക് നല്ല കാലാവസ്ഥയും വേണം. അപ്പോൾ അതുകൊണ്ട് നിരന്ന പ്രദേശമാണ്. ഈ കിഴങ്ങ് വിളകളൊക്കെ ഉപേക്ഷിക്കാൻ കാരണം ഈ കാട്ടുപന്നി ശല്യം അങ്ങനെയുള്ള വന്യമൃഗ ശല്യം മാത്രമാണോ, അതോ ഇതുകൊണ്ട് ലാഭമില്ലാത്തതുകൊണ്ട് മാറിയതാണോ? ലാഭമില്ലാത്തതുകൊണ്ട് തന്നെ മാറിയതല്ല. നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ കൊണ്ട് നമുക്ക് വിളവ് എടുക്കാൻ സമ്മതിക്കില്ല. കാട്ടുപന്നിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 3 വർഷം മുമ്പ് ഞാൻ കപ്പ നട്ടിട്ട് ഒരു ചൂട് കപ്പ പോലും എനിക്ക് പറിച്ച് തിന്നാൻ പറ്റില്ല. മുഴുവൻ കാട്ടുപന്നി കുത്തി നാശമാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ഏതാണ്ടൊരു 20 സെൻറ്റ് സ്ഥലത്ത് മുഴുവനും ഒറ്റ ഇതടിക്ക് ഞാൻ കപ്പ കൃഷി ചെയ്തിട്ട്. അങ്ങനെയാണ് മുഴുവൻ കർഷകരും ഈ കിഴങ്ങ് വിളകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയതല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ കിഴങ്ങ് വിളകളിൽ നിന്നും പിന്നോട്ട് പോകാൻ കാരണം അത് തന്നെയാണ്. ഈ ഏലം കൃഷി ഇത്രത്തോളം വ്യാപകമായിട്ട് എത്ര കാലമായി കാണും? ഒരു 25-30 വർഷമായി ഏലകൃഷി നല്ലതുപോലെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഒരു 15 വർഷമായിട്ടാണ് മുഴുവൻ ആളുകളും ഏലകൃഷിയിലേക്ക് മാറാൻ കാരണം. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ലാഭം മാത്രമാണോ, അതോ ഈ ഏലം കൃഷി അത്രയ്ക്കും ഈ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായതുകൊണ്ട് കൂടിയാണോ? ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഏലകൃഷി നല്ല ഇതാണ്. അതിനേക്കഞ്ഞ് ഉപരിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന അത് ഈ ഞെള്ളാനി എന്ന് പറയുന്ന ഒരു ഏലമാണ് നമ്മൾ ഈ മേഖലയിൽ മുഴുവൻ കൃഷി ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ബൾക്ക് മൈസൂറൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഏലമാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. ഈ ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഏലം കൃഷി ഉണ്ടായിരുന്നോ? എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏലകൃഷി. അന്നൊക്കെ ഏതിനും ഏലമാണ് ഇവിടെ വ്യാപകമായിട്ട് കൃഷി ഉണ്ടായിരുന്നത്? അന്ന് ബൾക്ക് മൈസൂർ എന്ന് പറഞ്ഞ ഒരു ഏലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പറഞ്ഞ കണക്കെന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 വിളവെടുപ്പോടുകൂടി വിളവെടുപ്പ് തീർന്നു പോകും.
ഇതിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കുകയും അതുപോലെ അങ്ങ് എല്ലാ സംവിധാനങ്ങളും ചെയ്യുവാണെങ്കിൽ വർഷത്തിൽ അങ്ങാണ്ട് 1-2 മാസമാണ് വിളവില്ലാത്തുള്ളൂ. മറ്റുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് വിളവ് കിട്ടും. സാധാരണ ഈ ഞെള്ളാണി ഏലം എപ്പോഴാണ് അതിൻ്റെ നടുന്നത്? അതിൻ്റെ നടീൽ രീതി എങ്ങനെയാണ്? പുതുമഴ പെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഏലം കൃഷി ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ വേനൽ മഴ ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ടൊരു ഏപ്രിൽ മാസത്തിൽ പുതുമഴ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുട്ടാമഴയ്ക്ക് മുമ്പേ തന്നെ നമുക്ക് അത്യാവശ്യം ഏലം ചൂട് പിടിച്ച് കുറേ ചിമ്പുകളുടെ എണ്ണം ഒക്കെ ആവും. അത് കഴിഞ്ഞിട്ട് മുട്ടാമഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഒക്ടോബറിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ചൂട് പിടിച്ച് നല്ല മെച്ചമാവാറുണ്ട്. എത്ര മാസം വേണം ഇങ്ങനെ ഈ ചിമ്പ് നട്ട് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട്? പൂർണ്ണ വളർച്ചയ്ക്ക് ഒരു 18 മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റും. കാരണം 18ാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ആ സമയത്ത് ചെയ്യുന്ന പണികൾക്കുള്ള പൈസ നമുക്ക് ഈ ഏലത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. വേനൽക്കാലത്ത് ഇത്തവണ ഇച്ചിരി രൂക്ഷമായിരുന്നല്ലോ, അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ തരണം ചെയ്തത്? വേനൽക്കാലത്ത് തരണം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചനെറ്റ് മേളിൽ വലിച്ചു കെട്ടി ആണ് വേരിന് തടയിട്ടത്. അപ്പോൾ അത് ഇത്തിരി റിസ്ക്കാണ്. എന്നാൽ പോലും അത്യാവശ്യം നനച്ച് കൂടുതൽ കൊണ്ടു നടക്കുന്നതിനെ കഴിഞ്ഞും മെച്ചം പച്ചനെറ്റ് കെട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. ഈ നനയ്ക്കാനുള്ള സൗകര്യം ഈ കൃഷിയിടത്തിലുണ്ടോ? ഉണ്ട്, ആവശ്യാനുസരണം വെള്ളമുണ്ട്. നമുക്ക് ഒരു തവണ നനയ്ക്കുന്ന ഈ നനകൾ തമ്മിലുള്ളൊരു ഇടവേള എത്ര സമയമാണ്? ഒരു തവണ നനച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത നന? അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സമയം ക്രമം പാലിക്കാറുണ്ടോ? നല്ല വേനലാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നനയ്ക്കണം. നന തുടങ്ങാൻ താമസിപ്പിക്കുക, ആദ്യമേ തന്നെ നനയ്ക്കാതിരിക്കുക. ഈ ചെടി മൊത്തത്തിലൊന്ന് പയ്യെ വാടി തുടങ്ങി കഴിയുമ്പോൾ അന്നേരം തുടങ്ങി നനച്ച് കഴിഞ്ഞാൽ പിന്നെ നനവിടരുത്. ഇപ്പോൾ നന കഴിഞ്ഞ് ഈ ഏലച്ചെടിയെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ള മഴക്കാലമാണ്. ജൂൺ തുടങ്ങി മഴയാണല്ലോ. ഈ മഴക്കാലത്ത് ഏലം കൃഷിക്ക് എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? ഉണ്ട്. നമ്മൾ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളമൊഴിച്ച് നമ്മൾ ഒത്തിരി കൊഴുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്ത് അഴുകൽ എന്ന രോഗം, ഫംഗസ് രോഗം വരാറുണ്ട്. അപ്പോൾ അഴുകലിന് പിന്നെ മരുന്നടിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഏലം ഒന്ന് പോയി വാടാനുള്ളൊരു അവസരം കൊടുക്കുക. മണ്ണുണങ്ങി കുറേ കീടങ്ങൾ നശിച്ചു പോകണം. അതുകൊണ്ടാണ് ചെടി പയ്യൊന്ന് വാടിയതിന് ശേഷം മാത്രമേ നനച്ചു തുടങ്ങാവുള്ളൂ. ഈ അഴുകൽ രോഗം ഒക്കെ അല്ലാതെ മറ്റെന്തൊക്കെ രോഗബാധകളാണ് സാധാരണ ഏലം കർഷകർക്ക് പ്രശ്നമായിട്ടുള്ളത്? തണ്ടുതുരപ്പിന് ഫംഗസ് രോഗങ്ങൾ, പിന്നെ കുറ്റിളിപ്പുണ്ട്, പിന്നെ പൂപ്പൽ രോഗം എന്ന് പറഞ്ഞതുണ്ട്, വെള്ളീച്ച ശല്യമുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ഇന്ന് വിപണിയിൽ കീടനാശിനികൾ അല്ലെങ്കിൽ രാസവളങ്ങൾ ഉണ്ടോ? രാസവളങ്ങളും കീടനാശിനികളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അംഗീകൃതമായിട്ടുള്ള കീടനാശിനികൾ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. ഈ മറ്റ് കൃഷികളിലൊക്കെ നമുക്ക് ഈ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഏലം കൃഷിയിൽ അത് അത്ര പ്രായോഗികമല്ലെന്നാണ് പറയുന്നത്, ശരിയാണോ? ഏലം കൃഷിയിൽ നമുക്ക് കീടനാശിനികളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ വളങ്ങളും കീടനാശിനികളും അത്ര പ്രായോഗികമല്ല. ഈ രാസവള പ്രയോഗം അല്ലെങ്കിൽ രാസകീടനാശിനി പ്രയോഗമൊക്കെ എത്ര ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഉപയോഗിക്കാറുള്ളത്? ഞാൻ രാസവളങ്ങൾ വളരെ ചുരുക്കം മാത്രമേ, ഒരു വർഷത്തിൽ 1 പ്രാവശ്യം എങ്ങാനും രാസവളം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. മറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയ് മാസത്തിൽ കക്ക ഏലത്തിൽ മൊത്തം കുമ്മായം വിതറും. കുമ്മായം വിതറി കഴിഞ്ഞാൽ ഈ പച്ചിലകൾ മുഴുവനും അതിലൂടെ ഈ കുമ്മായം ദ്രവിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വളം തന്നെയാണത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു 35 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മരുന്നുകൾ അടിച്ച് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ? നമ്മൾ മരുന്നുകളുടെ അളവ് ഇച്ചിരി കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അത്യാവശ്യം നാച്ചുറലായിട്ട് ഇപ്പോൾ കായെടുക്കുന്നതിന് ഒരു 20 ദിവസം 25 ദിവസം മുന്നേ തന്നെ നമ്മൾ കീടനാശിനികളെല്ലാം അടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് നമ്മൾ ചെയ്തിരിക്കും.
हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇതോടൊപ്പം തന്നെ ഈ ഏലത്തിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഈ കൃഷിഭവൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സർക്കാർ ഏജൻസികളുടെ സഹായം ലഭിക്കാറുണ്ടോ? സർക്കാർ സഹായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭവനുണ്ട്. പക്ഷേ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഉള്ള സഹായങ്ങളോ അവിടെ നിന്ന് വേറെ ഒന്നും തന്നെ കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലവട്ടം അവിടെ ഓരോ കാര്യത്തിന് ചെല്ലുമ്പോൾ അപ്പോൾ എന്നാലും ഇന്നില്ല പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു നമുക്കതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ ഈ സംഭവം അറിയുന്ന പോലുമില്ല. ആരൊക്കെയോ വാങ്ങിക്കേണ്ടായിരിക്കാം, നമുക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കേണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഏലം അല്ലെങ്കിൽ കുരുമുളക് കൃഷിക്കൊക്കെ സ്പൈസസ് ബോർഡാണല്ലോ കൂടുതൽ സഹായം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? സഹായം കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം റീപ്ലാന്റിന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ടാങ്ക് നിർമ്മാണത്തിന് ഉള്ള പൈസ കിട്ടിയിട്ടുണ്ട്. കുളം ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഏലം കൃഷി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്തുള്ള ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താണ്? ഈ രോഗബാധയാണോ അതോ വിലയിലെ ഈ അനിശ്ചിതത്വമാണോ? എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏലം കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി? ഈ രോഗബാധ തന്നെയാണ്. രോഗബാധ എന്ന് പറഞ്ഞാൽ നല്ല ഇനം മരുന്നുകളും അതുപോലെ കീടനാശിനികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസേജ് കൂടുതലല്ല. നല്ല കമ്പനിയുടെ നല്ല കമ്പനിയുടെ സാധനങ്ങൾ നമുക്ക് സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ ഏലം കൃഷിക്ക് മണ്ണ് പരിശോധനയൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ മണ്ണ് പരിശോധിക്കാറുണ്ടോ? മണ്ണ് പരിശോധിക്കാറുണ്ട്. വേനൽക്കാലത്ത് മെയ് മാസത്തിൽ മണ്ണ് പരിശോധന നടത്താറുണ്ട്. അത് എവിടെയാണ് അതിൻ്റെ പരിശോധന നടത്തുന്നത്? അതിനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ടോ? KVKയിൽ ശാന്തമ്പാറ KVKയിൽ ആണ് മണ്ണ് പരിശോധനയുടെ ഇതൊക്കെ ചെയ്യാറ്. ഈ ഇപ്പോഴത്തെ ഒരു ഏലത്തിൻ്റെ വില എങ്ങനെയാണ്? ഇത് ഈ കൃഷി ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണോ? ഇപ്പോൾ ലാഭകരം തന്നെയാണ്. കാരണം നമുക്ക് മുതൽ മുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-1300 രൂപയൊക്കെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുതലാവും. ഇപ്പോഴത്തെ വില വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2300-500 രൂപ വരെ കിട്ടാറുണ്ട്. ഇതിൻ്റെ ഒരു സംസ്കരിക്കുന്നത് എവിടെയാണ്? ഇത് ഉണക്കിയെടുക്കുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണോ അതോ പുറത്ത് കൊടുത്താണോ ചെയ്യുന്നത്? നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ട്രയർ ഉണ്ട്. ട്രയർ അവിടെ നമ്മൾ കൊടുത്താണ് ഇത് ചെയ്യാറ്. ഇതിനൊരു വിപണി എങ്ങനെയാണ്? നമ്മൾ കൈവിലയ്ക്ക് ചില്ലറ വ്യാപാരികൾക്ക് കൊടുക്കുകയാണോ അതോ ലേല കേന്ദ്രങ്ങൾ പതിയുകയാണോ പതിവ്? നമ്മൾ പൈസ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൈവിലയ്ക്ക് വിൽക്കും. അല്ലാതെ നമുക്ക് പൈസയ്ക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വന്നില്ല എങ്കിൽ നമുക്ക് ലേലകേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മാർക്കറ്റിൽ കൂട്ടി കിട്ടാറുണ്ട്. എത്ര കാലമായിട്ട് ഇങ്ങനെ ഈ ലേലകേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ സാധാരണ കർഷകർ ഇടത്തരം കർഷകർക്ക് അങ്ങനെ പതിയാൻ അവസരമുണ്ടോ? ഇപ്പം അവരിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ കൊണ്ട് കൂടുതൽ പതിയിപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ കച്ചവടക്കാരുടെ കായാണ് കൂടുതൽ പതിയുന്നത്. പിന്നെ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, നമുക്കും പതിയാനുള്ളൊരു അവസരം തരാറുണ്ട്. ഈ ചെറിയ തോതിൽ, അതായത് ഇപ്പോൾ 100 കിലോ ഏലക്ക വിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ലേലകേന്ദ്രങ്ങളിൽ പതിയാനുള്ള അവസരമുണ്ടോ? ഈ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏലത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൊറിയോ അല്ലെങ്കിൽ കുറച്ച് കായ വെളുത്തു പോയൊക്കെ കായ അത് നമ്മൾ പതിയാനായിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർ പതിയിപ്പിക്കുക പോലും ഇല്ല. നല്ല ബോൾഡ് കായവും നല്ല കായവും ആണെങ്കിൽ മാത്രമാണ് അവർ പതിയിപ്പിക്കുന്നത്. ഇങ്ങനെ ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക പതിച്ചാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പണം ലഭിക്കുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരിക? അത് 15 ദിവസം മുതൽ 25 ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഏലം അല്ലാതെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതിനും കുരുമുളകാണെന്ന് അറിയാമോ ഇപ്പോൾ കൃഷിയിടത്തിലുള്ളത്? കരിമുണ്ടയുണ്ട്, വെള്ള മുണ്ടയുണ്ട്, അതുപോലെ പന്നിയൂർ വണ്ണുണ്ട്,
അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളാൽമുണ്ടയും കരിമുണ്ടയാണ് നല്ലത്. ഈ കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്? അത് പൂപ്പൽ രോഗമാണ് മെയിനായിട്ട്. എൻ്റെ ചുവട്ടിലൊരു പൂപ്പൽ വരാറുണ്ട്, പിന്നെ ഇലയുടെ അടിയിൽ പൂപ്പൽ രോഗം വരുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് മാർഗങ്ങളുണ്ടോ? മാർഗങ്ങളെന്ന് പറഞ്ഞാൽ ഏലത്തിന് മരുന്നടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനും കുറച്ച് മരുന്നടിച്ച് പോകും. പക്ഷേ മരത്തിലും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കയറി നിൽക്കുമ്പോൾ മരുന്നടിച്ചാൽ എത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് കയറിയ ഇതുകൊണ്ട് ശരിക്കും കയറി നിൽക്കുന്ന കൊടി പോലും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ചെയ്ത് പോയാൽ പോയത് തന്നെയാണ്. ഈ കുരുമുളക് തൈ നട്ട് എത്ര കാലം വേണം ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്? വിളവെടുപ്പിലേക്ക് എത്താൻ ഒരു 3 വർഷം വരെ ചുരുങ്ങിയത് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള വിളകളിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടൊരു വിള എന്ന് പറയുന്നത് കുരുമുളകാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കുരുമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിയാതെ നമുക്ക് വിളവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏലത്തിൻ്റെ ഇടയ്ക്കോടെ മരത്തിൽ ആണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഏലമാണ് ഉദ്ദേശിക്കുന്നത്. ഏലമാണ് ഉദ്ദേശിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ഒരു വരുമാനം കൂടെയാണിത്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് കൃഷി നഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു വില എങ്ങനെയാണ് ഈ കുരുമുളകിന് ലഭിക്കുന്നത്? 700 രൂപയുണ്ടോ? 700 രൂപ വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അത് ലാഭകരമാണോ? ഏലം വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. അപ്പോൾ എന്നാലും കുരുമുളക് കൃഷി ഇപ്പോൾ 700 രൂപ കുഴപ്പമില്ല, ആവറേജ് വിലയുണ്ട്. ഇതല്ലാതെ ചേട്ടൻ മുമ്പ് ഈ മത്സ്യകൃഷിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തിനും മത്സ്യമായിരുന്നു അന്ന് കൃഷി ചെയ്തത്? മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് സിലോപ്പിയ പിന്നെ ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള ആണ് കൂടുതലായി ചെയ്തത്. ഇങ്ങനെ എല്ലാ വിളകളും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇങ്ങനെ സമ്മിശ്ര കൃഷിയാണോ ഒരു കർഷകനെ സംബന്ധിച്ച് ലാഭകരം, അതോ ഏകവിള കൃഷി ചെയ്യുന്നതാണോ ലാഭം? സമ്മിശ്ര ഈ മത്സ്യകൃഷി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കിട്ടും. കാരണം നമ്മൾ രാവിലെ വൈകുന്നേരം നമ്മൾ തീറ്റ കൊണ്ട് കൊടുക്കാനായിട്ട് പോയിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മീൻ ഏതെങ്കിലും മറഞ്ഞു വരുന്ന തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നിലൊന്ന് ആര് തിന്നണം എന്നുള്ള ആ ഒരു ഇതിൽ വരുമ്പോൾ ശരിക്കും നമുക്ക് ഏലകൃഷി പോലെ തന്നെ ഭയങ്കര രസമാണ്, മനസ്സിന് സന്തോഷം കിട്ടും. ഈ മത്സ്യം ഈ ഗിഫ്റ്റ് തിലോപ്പിയ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ഇനങ്ങൾ ഈ ഗ്രാസ് കാർപ്പ് അല്ലേ? ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത്? അത് ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് സിലോപ്പിയ ആണെങ്കിൽ പെട്ടെന്ന് വളരും, നമുക്ക് പിടിച്ച് ഭക്ഷണയോഗ്യമാണ്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷമെങ്കിലും കഴിയും. ഈ ഗിഫ്റ്റ് തിലോപ്പിയക്ക് എത്ര മാസം വേണം ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട്? നമ്മൾ നല്ല തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് നമ്മൾ ഗിഫ്റ്റ് സിലോപ്പിയ വളർന്നെത്തിക്കോളും. ഇതിൻ്റെ ഒരു വിപണി ഇവിടെ തന്നെ ഉണ്ടോ? അതായത് വിറ്റഴിക്കാൻ ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഒത്തിരി വിറ്റഴിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇടയ്ക്ക് പിടിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇതിനൊരു മാർക്കറ്റില്ല. അതെന്താണ് അതിനൊരു കാരണം? കാരണം ഇടുക്കിയിൽ അങ്ങനെ ഈ കടൽ മത്സ്യങ്ങളൊന്നും അത്ര സുലഭമല്ല, എന്നിട്ടും ഈ വളർത്തു മത്സ്യങ്ങൾക്ക് എങ്ങനെ വിപണി ഇല്ലാത്തതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടുണ്ടോ എന്താണെന്നൊരു? അത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇതിലും വില കുറച്ച് സാധനങ്ങൾ നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് അവർ കടകൾക്കിടെ ഗിഫ്റ്റ് സിലോപ്പിയയും കൊണ്ട് വരാറുണ്ട്. അപ്പോൾ പക്ഷേ ഫ്രഷായിട്ടുള്ള സാധനം നമ്മളുടെ മീൻ തന്നെയാണ്, അതിന് രുചികരമാണ്. നമ്മളുടെ ഈ ഗിഫ്റ്റ് സിലോപ്പിയ ഒരു മീൻ കഴിക്കുന്നതും മറ്റതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. ഈ എത്ര രൂപയ്ക്കാണ് അന്ന് ചേട്ടൻ്റെ ഒരു ഈ അവസാന സമയത്ത് മീൻ വിറ്റഴിച്ച് ഓർക്കുന്നുണ്ടോ? 150 രൂപ കിലോയ്ക്ക് 150 രൂപയ്ക്കാണ് ഗിഫ്റ്റ് സിലോപ്പിയ ഞാൻ വിറ്റത്. വിപണിയിൽ എത്തുമ്പോൾ അതിൻ്റെ വില വീണ്ടും കൂടും തോന്നുന്നു. 150 രൂപ 200 രൂപ ഒക്കെ ഇപ്പോഴും കിട്ടാനുണ്ട്. ഇപ്പോഴും ഈ മത്സ്യകൃഷി തുടരുന്നുണ്ടോ? മത്സ്യകൃഷി കാര്യമായി ഇല്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഈ മത്സ്യകൃഷി നടത്തുന്നത് സ്വാഭാവികമായിട്ട് കുളത്തിലാണോ അതോ നമ്മുടെ പടുതാക്കുളം അങ്ങനെയുള്ള രീതിയാണോ ഉപയോഗിക്കുന്നത്? സ്വാഭാവികമായിട്ടുള്ള കുളത്തിലാണ്. അതുകൊണ്ട് വെള്ളം മാറേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ചിലവ് എങ്ങനെയാണ്? ഇതിൻ്റെ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു
കൃഷി ചെലവ് കൂടുതലാണോ ഈ മത്സ്യത്തീറ്റയൊക്കെ വാങ്ങുന്നതിൽ? മത്സ്യത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ഇന്നുവരെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മത്സ്യകൃഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ മുൻപ് കന്നുകാലിയൊക്കെ കൃഷി ചെയ്തിരുന്നൊരു ആളാണ്. കന്നുകാലി കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെയൊക്കെ വളർത്താൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് മാത്രം നിർത്തി കളഞ്ഞതാണത്. എത്ര നാൾ മുമ്പാണ് ഈ കന്നുകാലി കൃഷി രംഗത്തുനിന്ന് മാറിയത്? ഒരു 20 വർഷത്തിൻ്റെ അടുത്തായി. അതിന് മുമ്പ് വ്യാവസായിക അടിസ്ഥാനത്തിലായിരുന്നു അതോ വീട്ടാവശ്യത്തിന് മാത്രമാണോ? വീട്ടാവശ്യത്തിന് നല്ല 6-7 പശുക്കളെ നമ്മൾ വളർത്തി. അതിൻ്റെ അന്ന് പറഞ്ഞാൽ ഇത്ര കറവയുള്ള പശുക്കളായിരുന്നില്ല, നാടൻ പശുക്കളായിരുന്നു. നല്ല ഗുണനിലവാരമുള്ള പാലായിരുന്നു. ഇപ്പോൾ അതിനൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ ഈ കന്നുകാലി കൃഷിയൊക്കെ ഉപേക്ഷിച്ചതിൽ? ഉണ്ട്, നഷ്ടബോധം. നല്ല അതും നമുക്കൊരു നേരം പോക്ക്, അല്ലെങ്കിൽ നമുക്ക് നല്ല സാധനം ഉപയോഗിക്കാമായിരുന്നു. നല്ല പാല്, നല്ല പാല്, നല്ല മോരും തൈരുമൊക്കെ. അന്ന് ഈ പുറത്ത് പാല് വിൽപ്പന ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ഇവിടെ മിൽമ വരുന്നതിന് മുമ്പും നമ്മൾ പശുവിന് പാല് കൊടുത്തോണ്ടിരുന്നത് കഴിഞ്ഞാൽ ഹോട്ടലുകൾക്കുള്ള പാല് കൊടുത്തോണ്ടിരുന്നതാണ്. ഇപ്പോൾ പുതിയ തലമുറയിൽ ഒരുപാട് യുവാക്കൾ ഈ കാർഷിക രംഗത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്താണ് ചേട്ടനൊരു ഒരുപാട് അനുഭവമുള്ളൊരു കർഷകൻ എന്ന നിലയിൽ, ഇപ്പോൾ വ്യാപാര രംഗത്തും പ്രവർത്തിക്കുന്ന ആളാണ്, അവരോടുള്ളൊരു ഉപദേശം എന്താണ്? അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഈ ആളുകൾ വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊന്നിനും ജോലിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര നാൾ ഇവരിങ്ങനെ ഒരു പണി ചെയ്യാതെ ഇങ്ങനെ നിൽക്കും? കാരണവന്മാരുടെ എത്ര നാൾ പൈസ മേടിക്കും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൃഷിയിലേക്ക് തിരിയുന്നതായിരിക്കാം. എന്തായാലും അവർ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ നാടിന് ഏറ്റവും നല്ലത് കൃഷി ചെയ്ത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 30 വർഷമായിട്ട് വ്യാപാര രംഗത്തുണ്ട്, 40 വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്. ചേട്ടന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു മേഖല ഏതാണ്? അതെപ്പോഴും മനസ്സമാധാനം കൃഷിയിൽ തന്നെയാണ്. നമുക്ക് കൃഷിയിലേക്കാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിളവ് ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും നല്ലപോലെ കൃഷി ആദായം നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കൃഷി തന്നെയാണ്. ബിസിനസ് നല്ല വ്യാപാര രംഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമുക്ക് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വീട്ടിലാരൊക്കെയുണ്ട്? അവരൊക്കെ ഈ കാർഷിക മേഖലയിൽ ചേട്ടനോടൊപ്പം ഉണ്ടോ? വീട്ടിൽ അപ്പനും അമ്മയും മരിച്ചിട്ട് ഒരു 5 വർഷമായി. അതുവരെ അവരായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ ഉപദേശിച്ചും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഭാര്യ, 2 മക്കൾ. അവരെല്ലാം കാർഷിക രംഗത്തുണ്ടല്ലേ? അവർ നമ്മളെ സഹായിക്കാനുണ്ട്. കിസാൻ വാണി ശ്രോതാക്കളുമായി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക സബരിക്കും വ്യാപാര രംഗത്തെ മികവിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. രാജകുമാരിയിലെ കർഷകനും വ്യാപാരിയുമായ ശ്രീ ജെയിംസ് കുരിശിങ്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻപ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.